ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ജേക്കബ് കൂവക്കാടിന്റെ കർദിനാൾ സ്ഥാനാരോഹണ ചടങ്ങുകൾക്കായി വത്തിക്കാനിൽ എത്തിയ സംഘത്തിലെ അംഗം സജീവ് ജോസഫ് MLA ചടങ്ങുകൾ തുടങ്ങുന്നതിന് മുമ്പ് അമൃത വാർത്തകളോട് പ്രതികരിച്ചിരുന്നു. അതിലേക്ക് ഞാനിപ്പോഴുള്ളത് സെൻറ്റ് പീറ്റേഴ്സ് ചർച്ചിൻ്റെ മുന്നിലാണുള്ളത്. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലാണുള്ളത്. ഈ ചടങ്ങ് വീക്ഷിക്കാൻ വേണ്ടി നിരവധിയായ ആളുകളാണ് കേരളത്തിൽ നിന്നും ഭാരതത്തിൽ നിന്നും മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് 21 പേരെയാണ് കർദിനാൾ പദവിയിലേക്ക് പിതാവ് ഉയർത്തുന്നത്. അതിലൊന്ന് മലയാളിയായ ചങ്ങനാശ്ശേരി അതിരൂപത അംഗമായിട്ടുള്ള പ്രിയപ്പെട്ട ജോർജ് കൂവക്കാട്ട് പിതാവാണ്. ഒരു വൈദികനെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തുന്ന ചരിത്ര മുഹൂർത്തമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പദവിയിലേക്ക് വൈദികൻ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ മഹനീയ മുഹൂർത്തം അത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഞങ്ങളെല്ലാവരും എത്തിയിട്ടുള്ളത്. ജനപ്രതിനിധികളും വൈദികരും പ്രിയപ്പെട്ട പിതാവിൻ്റെ കുടുംബാംഗങ്ങളും ചങ്ങനാശ്ശേരി സ്വദേശികളും അങ്ങനെ നിരവധിയായ ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രാരംഭ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഈ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ വെച്ചാണ് ഈ ചടങ്ങ് മാർപ്പാപ്പയുടെ കാർമ്മികത്വത്തിൽ നടക്കുക. അതിനുശേഷം ഇന്നും നാളെയുമൊക്കെയായി അനുബന്ധ പരിപാടികളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനയും ഒക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. എന്നോടൊപ്പം ശ്രീ ചാണ്ടി ഉമ്മൻ MLA, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സംഘം, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്നും മറ്റ് കേരളത്തിൽ നിന്നുള്ള നമ്മുടെ പിതാക്കന്മാർ, അതുപോലെ തന്നെ വൈദികർ, സന്യസ്തർ, അതുപോലെ തന്നെ ഒട്ടേറെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നു.